ഭാര്യയും ഭർത്താവും മൂന്നാം തവണയും ഒരേ പഞ്ചായത്തിൽ അടുത്തടുത്ത വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം ഒറ്റൂർ പഞ്ചായത്ത് നിലവിലെ പ്രസിഡന്റ് ആർ സുഭാഷും ഭാര്യ സുനിത സുഭാഷുമാണ് ജീവിതം പോലെ തെരഞ്ഞെടുപ്പിലും അടുപ്പം കാത്തു സൂക്ഷിക്കുന്നത്. 1995 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഒറ്റൂരിൽ മത്സരിച്ചു തുടങ്ങിയ സുഭാഷിന് ഇത് 6ാം ഊഴമാണ്. 5 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു. ഭാര്യയുടെ 3ാം അംഗവും 11ാം വാർഡായ തോപ്പിൽ നിന്നാണ് സുഭാഷ് ഇത്തവണ മത്സരിക്കുന്നത്. 10ാം വാർഡായ ഒറ്റൂർ കൃഷിഭവനിൽ നിന്നാണ് സുനിത സുഭാഷ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11ാം വാർഡിൽ ഭാര്യയും 10ാം വാർഡിൽ ഭർത്താവും മത്സരിച്ച് വിജയം നേടിയിരുന്നു. 2010 തെരഞ്ഞെടുപ്പിൽ 11-ൽ ഭർത്താവും 12-ൽ ഭാര്യയും മത്സരിച്ച് വിജയിച്ചിരുന്നു. പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ചുരുങ്ങിയ കാലത്തേക്ക് പ്രസിഡന്റായ വ്യക്തി കൂടിയാണ് സുഭാഷ്. 2010 ആകെ 12 സീറ്റുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ LDF 6, UDF 6 ഇങ്ങനെയായിരുന്നു കക്ഷിനില. പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ LDF നേടി. എന്നാൽ ഭരണം തീരാൻ 2 മാസം ബാക്കി നിൽക്കുമ്പോൾ പ്രസിഡന്റായിരുന്ന M രാജേന്ദ്രക്കുറുപ്പ് അന്തരിച്ചു. ചുരുങ്ങിയ സമയം മാത്രമുള്ളതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയില്ല. ഇതോടെ സീറ്റുകൾ കൂടുതലുള്ള UDFിലെ സുഭാഷ് പ്രസിഡന്റായി മാറുകയായിരുന്നു. പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിലും കോൺഗ്രസിന് ആദ്യമായാണ് അന്ന് ഭരണം ലഭിച്ചത്. അതേസമയം ഇത്തവണയും ജനങ്ങൾ തങ്ങളെ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇരുവരും. അത് വിജയകരമായിട്ട് തന്നെ കാണുന്നത്. രണ്ടുപേരെയും ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. വാർഡിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ സ്നേഹവും കാര്യമൊക്കെയാണ്. കൂടുതൽ ഫണ്ട് അങ്ങോട്ട് തരുന്നുള്ളൊരു പരാതി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ 13 വാർഡിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് ഫണ്ട് വീതിക്കുന്നത്. അതിലൊന്നും അങ്ങനെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് മറ്റേ വാർഡ് മെമ്പർമാർക്കൊന്നും ഒരു പരാതിയില്ല. ഇപ്പം മത്സരിക്കുന്നത് വനിതാ വാർഡാണ്. 10ാം വാർഡ് സിറ്റിംഗ് സീറ്റല്ല, തൊട്ടപ്പുറത്തെ വാർഡ്. വികസനം തദ്ദേശമിത്രത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് 51 ലക്ഷത്തിൻ്റെ ഒരു ആദ്യത്തെ വർഷം തന്നെ ഒരു 5 റോഡ് അങ്ങ് ചെയ്ത് തീർത്തു. പിന്നെ വാർഡിലുണ്ടായിരുന്ന മുഴുവൻ റോഡുകളും ഏകദേശം ഒരു 10 റോഡോളം ചെയ്ത് തീർക്കാൻ സാധിച്ചു. പിന്നെ അംഗൻവാടി നവീകരണം, MCFനൊരു കെട്ടിടം VO ഓഫീസിൻ്റെ ബാക്കിൽ നിർമ്മിക്കാൻ സാധിച്ചു. പിന്നെ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട്. ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പഞ്ചായത്തിൽ UDF തന്നെ അധികാരത്തിൽ വരുമെന്നും ഇരുവരും പറയുന്നു. ജീവിതത്തിലും ഭരണരംഗത്തും ഒരുമിച്ച് പോകാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. തിരുവനന്തപുരം ഡെസ്ക്, സമയം മലയാളം.